എല്ലാവർക്കും അറിയാം, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി വന്നത്. ഇത് വാശിയേറിയ ആ വണ്ടിയിൽ പോയിക്കൊണ്ട് മൈക്ക് മാറ്റിക്കൊണ്ട് ഇത് വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും വണ്ടികൾ ഒന്ന് ഈ സൈഡിൽ നിന്ന വണ്ടികൾ പോകുന്ന സ്ഥലമുണ്ടല്ലോ, വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും ഇഞ്ചോടിച്ച് പോരാട്ടമായിരിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ ജനത തരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വോട്ടിന് ജാതിയോ ആ വോട്ടിന് മതമോ ചില ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിന് പോലും അതീതമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനത നമുക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് തന്നെയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുന്നത്, കൂത്തുപറമ്പ് ഉൾപ്പെടെ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കൂത്തുപറമ്പിലെ ജനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വം എന്താണെന്നത് കൃത്യമായി ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, എന്നെ കൊണ്ടാകും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്നുള്ള ഉറപ്പും വാക്കും ഈ നാടിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിക്കുന്നവരുടെ പട്ടികയിൽ അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടായിരിക്കില്ല എന്ന് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്ത് വന്ന പ്രചരണങ്ങളുടെയൊക്കെ സത്യാവസ്ഥ ഈ നാട്ടിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി എന്നതിൽ സത്യം പറഞ്ഞാൽ സമാധാനവും. എന്നെ കൊണ്ടാവുന്നതും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് നടത്താൻ ശ്രമിക്കും. നമ്മുടെ വടകരയിലെ LP ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അധികം വൈകാതെ തന്നെ തലശ്ശേരിയിലും നമ്മൾ ഒരു ഓഫീസ് സ്ഥാപിക്കും. പാടാടുന്ന ഒരാൾ തലശ്ശേരിയിലോ വടകരയിലോ പോകണമെന്നില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഈ LP ഓഫീസിന്റെ സേവനം എത്തും എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥികൾക്കും യുവതക്കും വേണ്ടിയുള്ള പ്രത്യേകമായ കർമ്മ പദ്ധതികൾ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. അവർക്ക് കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിൽ സൗജന്യമായി പരിശീലനം നൽകാൻ, അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ട സപ്പോർട്ട് നൽകാൻ ഉൾപ്പെടെയുള്ള ഒരു പ്ലാറ്റ്ഫോം വടകരയിൽ നമ്മൾ പുതുതായി ആരംഭിക്കാൻ പോവുകയാണ്. സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് കൃത്യമായ പ്രാധാന്യം കൊടുക്കുന്ന കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇനിയും കാണുമെന്നതുകൊണ്ട് ഇപ്പോൾ ദീർഘമായി കടന്നു പോകുന്നില്ല. നിങ്ങളെല്ലാവരും നൽകിയ സ്നേഹത്തിനും പിന്തുണക്കും നന്ദി എന്ന 2 അക്ഷരമോ അല്ലെങ്കിൽ നന്ദി എന്നൊരു വാക്കോ ഒരു വാചകമോ പറഞ്ഞാൽ തീരില്ല. ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പറയുന്നു, എന്നെ കൊണ്ടാവിധം ഈ നാടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇടക്കാൻ പാലക്കാട് വൈരസും കൂടെ നോക്കേണ്ടി വരും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.